നിങ്ങളുടെ സ്വപ്നങ്ങളെ പിന്തുടരാൻ ആഗ്രഹമുണ്ടോ? ജോലി തിരക്കാണോ തടസ്സം? വിഷമിക്കേണ്ട, ബാസ് സ്റ്റഡി സെന്റർ നിങ്ങളൊപ്പം ഉണ്ട്. BA, BCom, BBA, BSW പോലുള്ള ഡിഗ്രി കോഴ്സുകൾ നിങ്ങൾക്ക് എവിടെയിരുന്നും എപ്പോൾ വേണമെങ്കിലും പഠിക്കാം. ഇനി പ്രായമാണോ നിങ്ങളുടെ തടസ്സം? അല്ല. ഏത് പ്രായക്കാർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഓൺലൈൻ ക്ലാസ്സുകളും സ്റ്റഡി മെറ്റീരിയലുകളും ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. കൂടുതൽ അറിയാൻ വേണ്ടി താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. നിങ്ങളുടെ സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കാൻ ബാസ് സ്റ്റഡി സെന്റർ കൂടെ. ഹായ് എവരിവൺ, ബാസ് ഡിസ്റ്റൻസ് ഡിഗ്രിയുടെ മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ 2026 ബാച്ചിലോട്ട് രജിസ്ട്രേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസ് ആയിരിക്കും പലരും. അപ്പോൾ നിങ്ങളുടെ സംശയങ്ങൾക്കുള്ള ഉത്തരവുമായിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഡീറ്റെയിൽ വീഡിയോയിലോട്ട് പോവാം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലേക്ക് അഡ്മിഷൻ എടുക്കാൻ താല്പര്യപ്പെടുന്ന വിദ്യാർത്ഥികളാണ് നിങ്ങളെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പൊ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ രജിസ്ട്രേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഒരുപാട് രീതിയിലുള്ള സംശയങ്ങൾ വരാറുണ്ട്. രജിസ്ട്രേഷൻ കഴിഞ്ഞാൽ ഇനി എന്താണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ പലർക്കും വരുന്ന സംശയമാണ്. അപ്പൊ രജിസ്ട്രേഷൻ കഴിഞ്ഞാലാണ് നമുക്ക് നമ്മുടെ ID കാർഡും അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന സ്റ്റുഡന്റ് ആണ് എന്നുള്ളതിന്റെ തെളിവായിട്ടാണ് നമുക്ക് ഒരു ID കാർഡ് കിട്ടുന്നത്. നിങ്ങളുടെ ലേണിംഗ് സപ്പോർട്ട് സെന്ററിൽ നിന്നാണ് നിങ്ങൾക്ക് സ്റ്റഡി മെറ്റീരിയൽസ് അയച്ചു തരുന്നത്. ID കാർഡ് അഥവാ അഡ്മിറ്റ് കാർഡ്. അപ്പൊ നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് അല്ലെങ്കിൽ ID കാർഡ് ഡൗൺലോഡ് ചെയ്തെടുക്കാനുള്ള ഓപ്ഷൻ ഏതാന്നുള്ളത് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആരും ഡീറ്റെയിൽ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ നിർബന്ധമായിട്ടും ചെക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമുക്ക് രജിസ്ട്രേഷൻ കഴിഞ്ഞാൽ ഉടനെ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ കിട്ടുന്നതാണ് ID കാർഡ്. അപ്പൊ ID കാർഡ് നമുക്ക് ഈ ഒരു രജിസ്ട്രേഷൻ ടൈമിൽ മാത്രമല്ല, രജിസ്ട്രേഷൻ കഴിഞ്ഞാലും നമുക്ക് അത് അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. കാരണം നിങ്ങൾക്ക് ഇപ്പം അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാനാണെങ്കിലും അല്ലെങ്കിൽ ഇപ്പൊ ഡയറക്റ്റ് കൊണ്ടുപോയി അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യുന്ന സ്റ്റുഡൻസ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ റിസൾട്ടും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുന്നതിനൊക്കെ നിങ്ങൾക്ക് ഈ ഒരു ID കാർഡ് നിങ്ങളുടെ പ്രൂഫായിട്ട് നിങ്ങളുടെ കയ്യിൽ വെക്കേണ്ടതാണ്. അപ്പം ID കാർഡ് ഒന്നും ആരും മിസ്സാക്കി കളയരുത്. അതുപോലെ തന്നെ നമുക്ക് ടെക്സ്റ്റ് ബുക്ക് കിട്ടുമ്പോൾ അല്ലെങ്കിൽ സ്റ്റഡി സെന്ററിൽ നിന്ന് എന്തെങ്കിലും പ്രോഗ്രാംസോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു ID കാർഡ് ഉണ്ടെങ്കിൽ നിങ്ങൾ അവിടെ ജോയിൻ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ അത് മാത്രമല്ല, രജിസ്ട്രേഷൻ കൃത്യസമയത്ത് തന്നെ ചെയ്യണം. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് രജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ യൂണിവേഴ്സിറ്റി പറയുന്ന ആ ദിവസങ്ങൾ അനുസരിച്ച് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് കൃത്യസമയത്തിനുള്ളിൽ തന്നെ ബുക്സും അതുപോലെ തന്നെ ID കാർഡും നിങ്ങളുടെ കയ്യിലെത്തുള്ളൂ. നമ്മുടെ ഇവിടെ പഠിക്കുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ ഒരു കാരണവശാലും ടെൻഷൻ ആവേണ്ട, നിങ്ങളുടെ കംപ്ലീറ്റ് സർവീസും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഇനിയിപ്പോൾ അതല്ല, പുറത്തുനിന്നുള്ള സ്റ്റുഡൻസ് ആണെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ ID കാർഡ് കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്യുക, നിങ്ങൾ കൊടുത്തിട്ടുള്ള അഡ്രസ്സ് തന്നെയല്ലേ അല്ലെങ്കിൽ നിങ്ങളുടെ പേര് കറക്റ്റ് തന്നെയല്ലേ എന്നുള്ള കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്യുക. അതുപോലെ ഈ ഒരു രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട മറ്റെന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമന്റ് ചെയ്യാവുന്നതാണ്. മറ്റൊരു യൂസ്ഫുൾ വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്